എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു അനുഭവം. ആ അനുഭവത്തെക്കുറിച്ച് ഇപ്പോൾ വീണ്ടും അനുസ്മരിക്കേണ്ടതായൊരു സന്ദർഭം വന്നതുകൊണ്ട് ആ സംഭവവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്പം വിശദമായി ഒന്ന് അയവിറക്കുക എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ആ സംഭവങ്ങൾ വിസ്മരിക്കാൻ കഴിയാത്ത വേറൊരു കൂട്ടരും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ഈ അടുത്ത ദിവസം തെളിയിക്കപ്പെട്ടു. നമ്മുടെ മൗദൂദി ചാനലിൻ്റെ തലപ്പത്തുള്ള സി ദാവൂദ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിനകത്ത് അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഒരു ഷോക്ക്, ആ ഷോക്കിൻ്റെ ഒരു പ്രതികരണം എന്ന നിലക്ക് ചില കാര്യങ്ങൾ പുറത്തേക്ക് വിടുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും വലിയ ചർച്ചയാവുകയും ചെയ്തൊരു സന്ദർഭത്തിലാണ് ഞാൻ ഈ ഒരു അനുസ്മരണം നടത്തുന്നത്. കാരണം ദാവൂദ് ഉന്നയിച്ച ആ വിഷയത്തിൽ ഞാനും എൻ്റെ സഹധർമ്മിണിയുമൊക്കെ പരാമർശിക്കപ്പെട്ട ചില പേരുകളാണ്. ഈ സംഭവം നടക്കുന്നത് ഒരു 4 നൂറ്റാണ്ട് മുമ്പാണ്. 1999കളിലാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ ഒരു പരമ്പര നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അന്ന് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു ഇടതുപക്ഷ MLA ആയിരുന്ന സി കണ്ണൻ നിയമസഭയിൽ ഈ സംഭവങ്ങളിലെല്ലാം ചുരുക്കി വിവരിച്ചുകൊണ്ട് ഒരു സബ്മിഷൻ അവതരിപ്പിക്കുകയുണ്ടായി. ആ സബ്മിഷനെയാണ് ഇന്ന് 25 വർഷങ്ങൾക്ക് ശേഷം സി ദാവൂദ് വീണ്ടും എടുത്ത് അന്ന് അവർ ചെയ്ത അതേ കുരുട്ടുവേലയുമായിട്ട് ഇന്ന് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ദാവൂദ് പാളിപ്പോയി. അന്ന് പാളിപ്പോയതുപോലെ തന്നെ ഇന്നും പാളിപ്പോയി. അന്ന് ദാവൂദും കൂട്ടരും മാത്രമല്ല, അന്ന് പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രീയ കക്ഷിയായ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെ കൈവശമുണ്ടായിരുന്ന മാധ്യമം പോലുള്ള മാധ്യമങ്ങളും ലീഗിൻ്റെ പത്രങ്ങളും ഇതുപോലുള്ള മുസ്ലിം മാധ്യമങ്ങൾ പലതും ഇതേ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അന്ന് ഈ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയ തീവ്രവാദികളെ ന്യായീകരിക്കാനും അവർക്ക് മറപിടിക്കാനും ഒരു ശ്രമം നടത്തി. പക്ഷേ അത് കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ സമൂഹവും കേരളത്തിലെ സാംസ്കാരിക പൊതുസമൂഹവും വളരെ കൃത്യമായി തന്നെ സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കുകയും ഇവരുടെ കള്ളത്തരങ്ങൾ അതോടുകൂടി പൊളിയുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ ആ അസ്കിത ഇന്നും ഇവരുടെയൊക്കെ മനസ്സിൽ ഒരു കറയായിട്ട് അള്ളിപ്പിടിച്ച് കിടക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഒരു തെളിവാണ് സി ദാവൂദ് 25 വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ ആളുകൾ മറന്നുപോയിട്ടുണ്ടാവുമെന്നും പുതിയ തലമുറയ്ക്ക് അതൊന്നും അറിയില്ല എന്നുമുള്ള ധൈര്യത്തിൽ വീണ്ടും ഈ നുണ ആവർത്തിച്ചത്. സി ദാവൂദിൻ്റെ നുണ ഏതാണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായി ഒരുപാട് ആളുകൾ പൊളിച്ച് കാണിച്ചിട്ടുണ്ട്. കാരണം സഖാവ് കണ്ണൻ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷൻ്റെ കോപ്പിയൊക്കെ പുറത്തു വരികയും അതിലെന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യമൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു. അവിടെ ദാവൂദ് കാണിച്ച കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞുപോയി. ആ കള്ളത്തരങ്ങൾ ഇന്ന് ദാവൂദ് ഉണ്ടാക്കിയൊരു കള്ളത്തരമല്ല, അന്ന് മാധ്യമം പത്രവും മുസ്ലിം ലീഗുകാരും അവരുടെ ചന്ദ്രികാ പത്രവും ഒക്കെ കാണിച്ച അതേ കള്ളത്തരം തന്നെയാണ്. NDF എന്ന് പറയുന്ന ഒരു മത തീവ്രവാദ സംഘടനയാണ് അക്രമ പരമ്പരകളുമായിട്ട് അന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. സമാധാന ജീവിതം തകർക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളുടെ ഒരു പരമ്പര തന്നെ അന്ന് ഈ തീവ്രവാദ സംഘടനയുടെ ഭാഗമായിട്ട് കേരളത്തിൽ പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ നടമാടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്ന് ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരുന്നതിന് വേണ്ടി കണ്ണൻ MLA ഇങ്ങനെ ഒരു സബ്മിഷൻ അവിടെ അവതരിപ്പിച്ചത്. NDF എന്ന മത തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിൽ ചില ആളുകൾ മലപ്പുറം ജില്ലയിലും മറ്റും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ സമാധാന ജീവിതത്തിന് നേരെ ഉയർത്തുന്ന ഭീഷണിയായിരുന്നു കണ്ണൻ്റെ സബ്മിഷനിലെ വിഷയം. അതിന് അദ്ദേഹം അവിടെ ആ കാലത്ത് പത്രങ്ങളിൽ വലിയ വാർത്തയായി വന്ന ചില സംഭവങ്ങളാണ് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അതിലൊരു സംഭവത്തിലെ പ്രധാനപ്പെട്ട 4 കഥാപാത്രങ്ങളായിരുന്നു ഞാനും എൻ്റെ സഹധർമ്മിണിയും ഒപ്പം തസ്നി ബാനു, നാസർ എന്ന 2 ചെറുപ്പക്കാരും. തസ്നി ബാനുവിൻ്റെയും നാസറിൻ്റെയും സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചുള്ള വിവാഹവും ആ വിവാഹത്തിൽ സാക്ഷി ഒപ്പിട്ടതിനെ തുടർന്ന് ഞങ്ങളുടെ നേരെ ഉണ്ടായിട്ടുള്ള അക്രമവും ഒക്കെയാണ് അന്ന് സബ്മിഷനിൽ കണ്ണൻ ഉന്നയിച്ച ഒരു ഉദാഹരണം. മറ്റൊരു ഉദാഹരണം കൊണ്ടോട്ടിക്കടുത്ത് ഒഴുകൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയെയും അവരുടെ മകളെയും ആ നാട്ടിൽ ഊരുവിലക്ക് പ്രഖ്യാപിച്ച് ബുദ്ധിമുട്ടിച്ചതായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ മലപ്പുറത്തിനടുത്ത് പടിഞ്ഞാറ്റുമുറി എന്ന് പറയുന്ന സ്ഥലത്ത് 2 സ്ത്രീകളെ
വേശ്യാവൃത്തി ആരോപിച്ചുകൊണ്ട് പരസ്യമായിട്ട് തലമൊട്ടയടിച്ച സംഭവം. ഇങ്ങനെ 2-3 സംഭവങ്ങളാണ് കണ്ണൻ്റെ സബ്മിഷനിൽ അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഈ സംഭവങ്ങൾ മാത്രമല്ല, ഇത് ഒരുപാട് സംഭവങ്ങൾ നിരനിരയായി വന്ന ഒരു പരമ്പരയിൽ നിന്ന് വാർത്താ പ്രാധാന്യം ലഭിച്ച ഏതാനും കാര്യങ്ങൾ മാത്രം അദ്ദേഹം അവിടെ ഉദാഹരണമായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിച്ചതാണ്. കഥകളി പഠിച്ചതിൻ്റെ പേരിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിന് ഊരുവിലക്ക് പ്രഖ്യാപിച്ച അനുഭവം തിരൂരിനടുത്തുണ്ടായിട്ടുണ്ട്. നോമ്പിന് അസുഖം ബാധിച്ച ഒരു കുട്ടി കോളേജിൽ ഭക്ഷണം കൊണ്ടുവന്ന് കഴിച്ചതിന് ആ കുട്ടിയുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയ അങ്ങേയറ്റം നിന്ദ്യമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണയിൽ. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ, അതുകൂടാതെ വാർത്തയാവാത്ത എത്രയോ സംഭവങ്ങൾ ആ കാലത്തുണ്ടായിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ വല്ല ബസ് സ്റ്റോപ്പിലും ബസ് കാത്ത് നിൽക്കുമ്പോൾ പരസ്പരം സംസാരിച്ചാൽ ആ ആൺകുട്ടി ഹിന്ദുവും പെൺകുട്ടി മുസ്ലിമുമാണെങ്കിൽ അതിൽ നോട്ടം ഇട്ടുകൊണ്ട് ആ കുട്ടികളെ ആക്രമിക്കുന്ന സംഭവം മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ അന്ന് പ്രവർത്തിച്ചിരുന്നത് ഈ NDF എന്ന് പറയുന്ന സി ദാവൂദിൻ്റെ സംഘടനയാണ്. സി ദാവൂദിൻ്റെ സംഘടന എന്ന് ബോധപൂർവം തന്നെയാണ് പറയുന്നത്. കാരണം NDF എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ മൗദൂദികളുടെ ജനിതകത്തിൽ പിറന്ന അവരുടെ യഥാർത്ഥ സന്തതിയാണ്. സിമി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു മൗദൂദികളുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടന. എന്നാൽ മൗദൂദികൾക്ക് ആ സംഘടനയുമായി കേരളത്തിൽ മുന്നോട്ട് പോയാൽ അവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം സാധ്യമാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ യഥാർത്ഥ സന്തതിയായ ആ സിമിയെ അവർ ഒരു ഒത്തുകളിയുടെ ഭാഗമായി ഇത് ഞങ്ങളുടെ സന്താനമല്ല എന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയും പകരം ഒരു ജാരസന്തതിയെ ദത്തെടുത്തുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ സംഘടന എന്ന് കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനായി SIO എന്ന് പറയുന്ന വേറൊരു സംഘടന ഉണ്ടാക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ SIO എന്ന് പറയുന്നത് ഒരു കപട സംഘടന മാത്രമായിരുന്നു. ഇവരുടെ യഥാർത്ഥ സന്തതി എന്ന് പറയുന്നത് സിമി തന്നെയായിരുന്നു. പക്ഷേ സിമിയുടെ പ്രവർത്തന മേഖല അത്രയും ഭീകരവും തീവ്രവുമായിരുന്നത് കൊണ്ട് തന്നെ അതിന് നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും നിരോധനം വരുമെന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി തൽക്കാലം സിമിയെ ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു നാട്യം അവതരിപ്പിക്കുകയും ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടന ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടി SIO എന്ന് പറയുന്ന വേറൊരു കപട സംഘടന രൂപീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവരുടെ ഈ തക്കിയ കള്ളക്കളി അന്ന് തുടങ്ങിയത്. ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ കളിച്ചിട്ടുള്ളത് മുഴുവൻ കള്ളക്കളികളാണ്. 1000 മുഖങ്ങളുള്ള ഒരു അങ്ങേയറ്റത്തെ കാപട്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന. അവരെന്താണോ ഈ പൊതുസമൂഹത്തിൽ ചെയ്യുന്നതും പറയുന്നതും അതൊന്നും അവരുടെ അജണ്ടയല്ല. അതെല്ലാം അവരുടെ കാപട്യത്തിൻ്റെ അജണ്ടകളാണ്. അവരുടെ ഒളി അജണ്ട, യഥാർത്ഥ ഒളി അജണ്ട എന്ന് പറയുന്നത് സിമി എന്താണോ ഇവിടെ നടപ്പിലാക്കി തുടങ്ങിയത്, പിന്നീട് ആ സിമി മൂപ്പ് ഏറിയപ്പോൾ അത് NDF ആയി പരിണമിക്കുകയാണ് ചെയ്തത്. ആ NDF അന്ന് ഇവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ സി ദാവൂദ് പ്രതിനിധാനം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ളിലുള്ള യഥാർത്ഥ അജണ്ടയുടെ പ്രാവർത്തിക രൂപങ്ങളാണ്. അതുകൊണ്ടാണ് സിമി നടപ്പിലാക്കിയ അക്രമസംഭവങ്ങളെയും സിമിക്ക് ശേഷം അത് രൂപാന്തരം പ്രാപിച്ച് NDF ആയപ്പോൾ ആ NDFൻ്റെ കീഴിലുണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളെയും ഒക്കെ നിയമപരമായി നേരിടുമ്പോൾ അതല്ലെങ്കിൽ അവർക്കെതിരായിട്ട് എന്തെങ്കിലും പോലീസിൻ്റെയോ നിയമത്തിൻ്റെയോ ചെറിയൊരു നേരിയ നടപടികൾ ഉണ്ടാവുമ്പോൾ ഉടനെ ഈ മൗദൂദികൾ നീലക്കുറുക്കൻ ഓരിയിടുന്നത് പോലെ അവരുടെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരിയിടുന്നത് എത്രയോ തവണ കേരള സമൂഹം കണ്ടിട്ടുള്ളതാണ്. വാഗമണ്ണിൽ ഈ NDFൻ്റെ ആളുകളെ പോലീസ് അവരെന്തോ ഗൂഢാലോചനയ്ക്കായിട്ട് അവിടെ യോഗം ചേരുന്ന സമയത്ത് പോലീസ് അവരെ പിടികൂടി ചോദ്യം ചെയ്തു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരെ ചോദ്യം ചെയ്തു എന്നതിൻ്റെ പേരിൽ മണിക്കൂറുകൾക്കുള്ളിൽ കേരളം മുഴുക്കെ മുസ്ലിം വേട്ട എന്ന മുദ്രാവാക്യവുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമവും അവരുടെ കൂട്ടരും, ഈ ദാവൂദിൻ്റെ കൂട്ടക്കാർ. അപ്പോൾ NDFനെതിരായിട്ട് എന്തെങ്കിലും ഒരു അനക്കം എവിടെയെങ്കിലും ഉണ്ടായാൽ അത് മുസ്ലിം വേട്ടയായിട്ട് ചിത്രീകരിക്കുക. NDF നടത്തുന്ന അക്രമങ്ങളെ ആരെങ്കിലും വിമർശിച്ചാൽ അത് മുസ്ലിങ്ങളെ മൊത്തം പ്രതിനിധാനം ചെയ്യുന്നത് പോലെ അത് മുസ്ലിം പ്രശ്നമായിട്ട് അവതരിപ്പിക്കുക. മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ന് ഒരു മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു MLA നിയമസഭയിൽ പറഞ്ഞതോടുകൂടി അത് മലപ്പുറം ജില്ലക്കെതിരായിട്ടുള്ള പ്രശ്നം എന്ന രീതി. ഇതൊക്കെ ഇന്ന് ദാവൂദ് ഉണ്ടാക്കിയ ഒരു വ്യാഖ്യാനം മാത്രമല്ല, അന്ന് ദാവൂദിൻ്റെ പത്രവും ചന്ദ്രിക ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ മാധ്യമങ്ങളും എല്ലാം അന്ന് ആ രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്തത്. NDF എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന, അതിനകത്ത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ
അവർക്കെതിരായിട്ട് ഒരു ശബ്ദം വരുമ്പോഴേക്ക്, നിയമസഭയിൽ ഒരു സബ്മിഷൻ വരുമ്പോഴേക്ക്, അവർക്കെതിരായ ഒരു പോലീസ് നടപടി വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ഒരു സാംസ്കാരിക കൂട്ടായ്മ രൂപപ്പെടുമ്പോഴേക്ക് അത് മുസ്ലിം പ്രശ്നമായിട്ട് ഇവരെ ഏറ്റെടുക്കുകയാണ്. ലീഗുകാരും ജമാഅത്തുകാരും എല്ലാവരും കൂടെ ഏറ്റെടുക്കുകയാണ്. അത് മലപ്പുറം ജില്ലയുടെ പ്രശ്നമായിട്ട് അവരങ്ങ് ഏറ്റെടുക്കുകയാണ്. ഇതാണ് മുസ്ലിം തീവ്രവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം. ഇത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. തീവ്രവാദികൾ കുറച്ചേ ഉള്ളൂ എണ്ണത്തിൽ. പക്ഷേ ആ തീവ്രവാദികൾക്ക് ഒരസ്കിത ഉണ്ടാകുമ്പോഴേക്ക്, അവർക്ക് എന്തെങ്കിലും ഒരു പൊറലേൽക്കുമ്പോഴേക്ക്, അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോഴേക്ക് അവർക്ക് ചുറ്റും ഓടിക്കൂടി ഇരുമ്പ് മറ തീർത്ത് അവരെ സംരക്ഷിക്കാൻ മറ്റു പലരും ഓടിക്കൂടുന്നു. അങ്ങനെ ഓടിക്കൂടുന്നവരെല്ലാം ഏറ്റവും മുൻപന്തിയിലുള്ള കൂട്ടരാണ് ദാവൂദിൻ്റെ കൂട്ടർ, ജമാഅത്തെ ഇസ്ലാമി കൂട്ടരും. ആ സംഭവങ്ങളുടെ ഒരു പരമ്പര നടന്ന 99-2000 ആ ഒരു കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അന്ന് മലപ്പുറം ജില്ലയിൽ നിന്നുണ്ടായിരുന്ന ഇടതുപക്ഷ MLA-മാരിൽ ഒരാളായ കണ്ണൻ ഈ പ്രശ്നം അവിടെ ഉന്നയിച്ചത്. അത് ഉന്നയിച്ച ഉടനെ തന്നെ അത് മുസ്ലിങ്ങൾക്കെതിരായ പ്രശ്നമായിട്ടും മലപ്പുറം ജില്ലക്കെതിരായിട്ടുള്ള പ്രശ്നമായിട്ടും വർഗീയവൽക്കരിക്കാൻ ലീഗും ജമാഅത്തുകാരും ഒക്കെ ശ്രമിച്ചു. അതേ സാധനം 25 കൊല്ലങ്ങൾക്ക് ശേഷം ആളുകൾ ഇതൊക്കെ മറന്നിട്ടുണ്ടാവും എന്ന ധാരണയിലാണ് ഇപ്പോൾ ദാവൂദ് പുറത്തേക്ക് എടുത്തിരുന്നത്. കാരണം ദാവൂദിൻ്റെയൊക്കെ മനസ്സിൽ അതേൽപ്പിച്ച ഷോക്ക്, അന്ന് ഞങ്ങൾ ഏൽപ്പിച്ച ഷോക്ക് എത്ര ഭീകരമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴും അവരതൊന്നും മറന്നിട്ടില്ല എന്നതും ഇപ്പോഴും അവരതൊക്കെ ഉള്ളിൽ സൂക്ഷിച്ച് നടക്കുന്നു എന്നുള്ളതും. ഇനി എന്താണ് ഇവർക്ക് കിട്ടിയ ഷോക്ക്, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അവിടെയാണ് നമ്മളുടെ ജീവിതത്തിലെ നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്ത ആ സംഭവ പരമ്പരകളും അതിൻ്റെ അനുഭവങ്ങളും ഒക്കെ പ്രസക്തമാകുന്നത്. പല മാധ്യമങ്ങളും പിന്നീട് ചിത്രീകരിച്ചതുപോലെ ഇത് ഒരു 2 കുട്ടികൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെയും കല്യാണത്തിൻ്റെയും ഒരു പൈങ്കിളി വിഷയമൊന്നും ആയിരുന്നില്ല. പ്രണയവും കല്യാണവും ഒക്കെ ഇതിനകത്ത് പിന്നീട് വന്നു ചേർന്ന പ്രശ്നങ്ങളാണ്. അത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ചില പരിമിതികളെ മറികടക്കുന്നതിന് വേണ്ടി ഞങ്ങളൊക്കെ കൂടി തന്നെ ആലോചിച്ച് രൂപപ്പെടുത്തിയ മറ്റൊരു നാടകമായിരുന്നു ഈ പ്രേമവും കല്യാണവും ഒക്കെ. യഥാർത്ഥത്തിൽ ഇതൊരു പ്രേമത്തിൻ്റെയോ കല്യാണത്തിൻ്റെയോ ഒന്നും പ്രശ്നമായിരുന്നില്ല. എന്നെയും എൻ്റെ കുടുംബത്തെയും മൊത്തം ശരിപ്പെടുത്താൻ വേണ്ടി മഞ്ചേരിയിൽ നിന്ന് 19 പേര് ഒരു സംഘമായിട്ട് അർദ്ധരാത്രിയിൽ മലപ്പുറത്ത് ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിൽ വന്ന് വളഞ്ഞു. ഞങ്ങളെ ആക്രമിച്ച് അവിടുന്ന് ഞങ്ങളെ വീട് കുത്തിപ്പൊളിച്ച് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയി ഞങ്ങളെല്ലാവരെയും കുടുംബസമേതം ഉന്മൂലനം ചെയ്യുക എന്ന പദ്ധതിയുമായിട്ടായിരുന്നു അന്ന് 19 പേര് വന്നത്. ആ 19 പേരെന്ന് പറയുന്നത് ഈ NDF-ൻ്റെ തീവ്രവാദ പ്രവർത്തകരായിരുന്നു. ഇതിൻ്റെ സജീവ ആക്ടിവിസ്റ്റുകളായിരുന്നു. അന്ന് അതിന് നേതൃത്വം കൊടുത്ത പല മഹാന്മാരും ഇന്ന് ഉത്തരേന്ത്യയിലെ ഏതോ ജയിലിൽ അകത്ത് അഴിയെണ്ണി കഴിയുന്നുണ്ട്. കാരണം അവരാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരായിട്ട് മാറിയത്. അങ്ങനെയുള്ള കോയമാരും ജയിമാരും ഒക്കെ ഇന്ന് പലരും അകത്ത് കിടക്കുകയാണ്. കുറേ പേര് മരിച്ചുപോയി, കുറേ പേര് അകത്ത് കിടപ്പുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരുന്ന, ചരട് വലിച്ചുകൊണ്ട് അതിനെല്ലാം ധാർമ്മിക പിന്തുണ നൽകിക്കൊണ്ട് ഇവിടെ രാഷ്ട്രീയം കളിച്ചിരുന്ന ദാവൂദിനും അബ്ദുറഹ്മാനും അബ്ദുള്ളയ്ക്കും ആ കൂട്ടർക്കും ഒക്കെ അവരുടെ മനസ്സിൽ ഇന്നും അതൊരു വലിയ മുറിവായി, ഏത് നിമിഷവും കുരുപൊട്ടി ഒലിക്കുന്ന ഒരു മുറിവായിട്ട് കിടപ്പുണ്ട് എന്നതിൻ്റെ തെളിവാണ് ദാവൂദ് ഇപ്പോൾ കളിച്ച ഈ ചീഞ്ഞ നാടകം. അന്ന് ഞങ്ങളെ ആക്രമിച്ച ആ സംഭവം, ആ ആക്രമത്തിലേക്ക് നയിച്ച സംഭവം അതെന്താണ് എന്ന് അന്നത്തെ പത്രങ്ങളിലും ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ യുക്തിവാദികളായതുകൊണ്ട്, ഞങ്ങൾ മതവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്നതുകൊണ്ടല്ല അന്ന് ആ ആക്രമണം നടത്തിയത്. യുക്തിവാദത്തിൻ്റെ ആശയപ്രചരണ രംഗം വിട്ട് സാഹസികമായ ഒരു ആക്ടിവിസത്തിലേക്ക് ഞങ്ങൾ കടന്നതിൻ്റെ ഒരു പ്രത്യാഘാതമായിരുന്നു ആ ആക്രമണം. അന്ന് അവർക്ക് ഒരു ചെറിയ പാളിച്ച പറ്റിയതുകൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവുമൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ആ പാളിച്ച പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളിന്ന് ജീവിച്ചിരിപ്പുണ്ടാവുമായിരുന്നില്ല. പറ്റിയ പാളിച്ച ഞങ്ങളുടെ വീട് വന്ന് വളയുമ്പോൾ, ഞങ്ങളന്ന് വാടകയ്ക്ക് താമസിച്ചിരുന്നത് ഒരു വീടിൻ്റെ ഔട്ട് ഹൗസിലാണ്. അപ്പോൾ ആ വീട്ടിലേക്കും ഈ ഔട്ട് ഹൗസിലേക്കും 2 ടെലിഫോൺ കേബിളുകളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കേബിളാണ് എന്ന ധാരണയിൽ ആ ഹൗസ് ഓണറുടെ വീട്ടിലേക്കുള്ള കേബിൾ കട്ട് ചെയ്തിട്ടാണ് ഇവർ ഞങ്ങളെ വീട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് വീട് വന്ന് വളഞ്ഞത്. അപ്പോൾ വീട്ടിൽ വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ
ഫോൺ ചെയ്തു. പോലീസ് സ്റ്റേഷനും ഞങ്ങളെ വീടും തമ്മിൽ ഒരു 100 മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. വിളിച്ചാൽ കേൾക്കുന്ന അകലത്തിൽ പോലീസ് സ്റ്റേഷനുണ്ട്. അവിടേക്ക് ഞാൻ ഫോൺ ചെയ്തു. അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നുമില്ല, ലാൻഡ് ഫോണാണുള്ളത്. ഞാൻ ഫോൺ ചെയ്ത് 5 മിനിറ്റിനകം പോലീസ് അവിടെ എത്തി. പോലീസ് എത്തുമ്പോഴേക്ക് ഇവർ വാതിൽ ചവിട്ടി പൊളിച്ച് കുറച്ച് പേരകത്ത് കടന്നിരുന്നു. പക്ഷേ ആ സമയം പെട്ടെന്ന് പോലീസ് ജീപ്പ് വരുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി ഓടി, ചെതറി നാനാഭാഗത്തേക്ക് ഓടി. ആ ഓടുന്ന ഓട്ടത്തിൽ അവർ വന്ന വണ്ടി 1-2 വണ്ടി പിടിച്ച് കുറച്ച് ആൾക്കാരെയും പോലീസ് പിടിച്ച് ബാക്കിയുള്ളവരൊക്കെ ഓടി രക്ഷപ്പെട്ടു. നമുക്ക് വലിയൊരാപത്ത് സംഭവിക്കാതെ ഭവിച്ചത് അങ്ങനെയാണ്. ആ കേബിൾ മുറിച്ചത് മാറിപ്പോയിരുന്നെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കാൻ സമയം കിട്ടുമായിരുന്നില്ല. അതിനു മുമ്പേ അവർ നമ്മളെ പെറുക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് ശരിയാക്കുമായിരുന്നു. അപ്പോൾ എന്താണ് ആ സംഭവം? എന്തിനാണ് ഇങ്ങനെ ഒരു അക്രമത്തിന് വന്നത്? ഈ സംഭവം പത്രങ്ങളിലൊക്കെ വാർത്തയായതിനു ശേഷം ആ വാർത്തയുടെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി ഒരുപാട് ആളുകൾ, വ്യക്തികളായിട്ടും സംഘടനയുടെ പ്രതിനിധികളായിട്ടും മാധ്യമപ്രവർത്തകരായിട്ടും നമ്മളെ സമീപിക്കുകയുണ്ടായി. എന്താണ് നടന്ന സംഭവം, എന്തിനാണ് അക്രമം നടന്നത് എന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ വരുന്നവരോടൊക്കെ പറഞ്ഞ് മടുത്തപ്പോൾ ഞാനൊരു എളുപ്പവഴി കണ്ടുപിടിച്ചു. ഞാനൊരു കുറിപ്പാക്കി എഴുതി വെച്ചു. എന്നിട്ട് അതിൻ്റെ കുറേ ഫോട്ടോ കോപ്പി എടുത്ത് സൂക്ഷിച്ചു. വരുന്നവർക്കൊക്കെ ആ കുറിപ്പങ്ങ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ജോലി കുറയ്ക്കാൻ വേണ്ടി ചെയ്ത ഒരു സൂത്രമാണ്. അപ്പോൾ ഇന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സും പത്ര കട്ടിങ്സും ഒക്കെ എവിടെയെങ്കിലും കിട്ടാനുണ്ടോ എന്ന് ഞാൻ എൻ്റെ പഴയ പെട്ടിയൊക്കെ ഒന്ന് പരതി നോക്കിയപ്പോൾ കുറച്ച് സാധനങ്ങൾ എനിക്ക് കിട്ടി. ആ കൂട്ടത്തിൽ അന്ന് ഞാൻ എഴുതി വെച്ച കുറിപ്പിൻ്റെ ഒരു കോപ്പിയും എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ആ കുറിപ്പ്, എന്തിനാണ് ഇവർ എന്നെയും എൻ്റെ കുടുംബത്തെയും വന്ന് ആക്രമിച്ചത് എന്ന് വിശദീകരിക്കുന്ന ആ കുറിപ്പ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കാരണം ഞാൻ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പലതും മറന്നുപോയിരുന്നു. അത് വായിച്ചപ്പോഴാണ് എനിക്ക് തന്നെ അതിൽ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്. അതുകൊണ്ട് ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അന്ന് ഞങ്ങളെ സംരക്ഷിച്ച അധ്യാപക സംഘടനയ്ക്കും മാധ്യമ പ്രവർത്തകർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും ഒക്കെ വിതരണം ചെയ്യാൻ വേണ്ടി ഞാൻ അന്ന് കോപ്പികളെടുത്ത് കൊടുത്ത കുറിപ്പാണ്. അതിൻ്റെ ഒറിജിനലാണ്. മഞ്ചേരിയിലെ യൂണിറ്റി വിമൻസ് കോളേജിലെ ഏതാനും വിദ്യാർത്ഥിനികൾക്കെതിരായി കോളേജ് അധികൃതരുടെ ഒത്താശയോടെ മത തീവ്രവാദികൾ കഴിഞ്ഞ 2 കൊല്ലമായി നടത്തിവരുന്ന പീഡന പരമ്പരയുടെ തുടർച്ചയായിട്ടാണ് ഈ അക്രമം നടന്നിട്ടുള്ളത്. ഇത് മഞ്ചേരിയിലെ യൂണിറ്റി വിമൻസ് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ്, അത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള അവരുടെ മാനേജ്മെൻറ്റിലുള്ള ഒരു എയ്ഡഡ് കോളേജാണ്. അവിടെയാണ് ഈ തസ്നി ബാനു എന്ന് പറയുന്ന പെൺകുട്ടി പഠിച്ചിരുന്നത്. അവളും അവളുടെ കൂട്ടുകാരികളായ കുറച്ച് പെൺകുട്ടികളും. ഈ പെൺകുട്ടികൾ നടത്തിയ ചില പ്രവർത്തനങ്ങളും അതിനോടുള്ള പ്രതികരണം എന്ന നിലക്ക് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ കോളേജിൻ്റെ മാനേജ്മെൻറ്റും അധികൃതരും കൈക്കൊണ്ട ചില നിലപാടുകളും നടപടികളുമാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കമായത്. ഇനി ഞാൻ വായിക്കാം. കഴിഞ്ഞ വർഷത്തെ കോളേജ് യൂണിയൻ ഭാരവാഹികളായിരുന്ന ഏതാനും കുട്ടികൾ യൂണിയൻ ഉദ്ഘാടന പരിപാടിക്ക് ചില സാംസ്കാരിക പ്രമുഖരെ ക്ഷണിക്കാൻ തീരുമാനിച്ചതോടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. അവിടുത്തെ കോളേജ് യൂണിയൻ എന്ന് പറഞ്ഞാൽ അവിടെ SFI, MSF അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല. കുട്ടികൾ സ്വതന്ത്രരായിട്ട് മത്സരിച്ച്, വ്യക്തികൾ എന്ന നിലയ്ക്ക് മത്സരിച്ചിട്ടാണ് ഈ ആർട്സ് ക്ലബ്ബും കോളേജ് യൂണിയനും ഒക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടിയായിരുന്നു ഈ തസ്നി ബാനു. അങ്ങനെ അവർ ഈ കോളേജ് യൂണിയൻ്റെ ഉദ്ഘാടനത്തിനും അതുപോലെ ആർട്സ് ക്ലബിൻ്റെ ഉദ്ഘാടനത്തിനും ഒക്കെ യൂണിയൻ പ്രവർത്തകർ എന്നുള്ള നിലക്ക് അവർ നടത്തിയ ചില പ്രവർത്തനങ്ങൾ, ഈ കുട്ടികളൊക്കെ അന്ന് കുറച്ച് പുരോഗമനപരമായ ചിന്ത ഉണ്ടായിരുന്ന കുട്ടികളാണ്. കാരണം ഇവർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചുകൊണ്ടിരുന്നത്. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പഠിച്ചിരുന്ന കുട്ടികളാണ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചില അധ്യാപകർ കുറച്ച് സ്വതന്ത്ര ചിന്തകരൊക്കെ ആയിട്ടുള്ള അധ്യാപകരായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സ്വാധീനത്തിൽ ഈ കുട്ടികളും കുറച്ചൊക്കെ പുരോഗമന ചിന്തയൊക്കെ ഉള്ള കുട്ടികളായിരുന്നു. അതുകൊണ്ട് അവർ കോളേജ് യൂണിയൻ്റെ ഭാരവാഹികളായി മാറിയപ്പോൾ ആർട്സ് ക്ലബിൻ്റെയും മറ്റു ഉദ്ഘാടന ചടങ്ങിനൊക്കെ അതിന് പറ്റിയ ആളുകളെ ഇവർ ക്ഷണിച്ചു. അങ്ങനെയാണ് സംഭവം തുടങ്ങുന്നത്. ഞാൻ വായിക്കാം. ഹമീദ് ചേന്നമംഗലൂർ, KEN തുടങ്ങിയവരെ ക്ഷണിക്കാനാണ് കുട്ടികൾ ആഗ്രഹിച്ചത്, യൂണിയൻ ഉദ്ഘാടനത്തിനും ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനത്തിനൊക്കെ. എന്നാൽ ഇവരെ കോളേജിൽ വരുത്താൻ അധികൃതർ സമ്മതിച്ചില്ല. കാരണം ഹമീദ് ചേന്നമംഗലൂർ, KEN എന്നൊക്കെ പറഞ്ഞാൽ ആരാണെന്നുള്ളത് ഈ കോളേജിലെ പ്രിൻസിപ്പൽക്കും അവർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരെ വേണ്ട എന്നിവർ പറഞ്ഞു. പിന്നീട് കുട്ടികൾ നൽകിയ ലിസ്റ്റിൽ നിന്നും ഹരിഗോവിന്ദൻ, U കലാനാഥൻ തുടങ്ങിയവരെ ക്ഷണിക്കാൻ അനുവാദം നൽകി. ഈ കോളേജ് അധികൃതർക്ക് അറിയാത്ത എന്നാൽ കുട്ടികൾക്ക് അറിയുന്ന 2 പേരെ, ഹരിഗോവിന്ദൻ്റെയും U കലാനാഥൻ്റെയും പേര് കൊടുത്തു. അപ്പോൾ ഇതാരാണെന്നുള്ളത് അറിയാത്തത് കൊണ്ട്, കാരണം ചന്ദ്രിക മാത്രം വായിക്കുന്ന ആൾക്കാരാണല്ലോ പ്രിൻസിപ്പളും കോളേജിലുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ അവർക്ക് U കലാനാഥൻ ആരാണെന്നറിയില്ല, ഹരിഗോവിന്ദൻ ആരാണെന്ന് അറിയില്ല. അതുകൊണ്ട് അവരാദ്യം സമ്മതിച്ചു. അങ്ങനെ കുട്ടികൾ ഇവരെ 2 പരിപാടിക്ക് ക്ഷണിച്ച് കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് നോട്ടീസൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഇവരോട് ആരോ പറഞ്ഞു, U കലാനാഥൻ അത്ര ശരിയല്ല, ആൾ യുക്തിവാദിയാണ്, ഹരിഗോവിന്ദനും അത്ര ശരിയല്ല,
ചില പാട്ടും ക്ഷേത്രകലകളും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്, പുരോഗമന ചിന്തയൊക്കെ ഉള്ള ആളാണ് എന്ന വിവരം ഇവർക്ക് കിട്ടി. അതോടുകൂടി ഈ ക്ഷണിച്ച ആളുകളെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പളും കൂട്ടരും വീണ്ടും ഉടക്കുണ്ടാക്കി. അതനുസരിച്ച് കുട്ടികൾ അവരെ ക്ഷണിക്കുകയും പരിപാടിക്ക് പ്രചാരണം നൽകുകയും ചെയ്തു. പിന്നീട് കലാനാഥൻ യുക്തിവാദിയാണെന്നും ഹരിഗോവിന്ദൻ ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട ആളാണെന്നും മനസ്സിലാക്കിയ കോളേജ് പ്രിൻസിപ്പൽ ഇവരെ പങ്കെടുപ്പിക്കുന്നത് വിലക്കി. ക്ഷണിക്കപ്പെട്ട പ്രമുഖരെ അനാദരിക്കേണ്ടി വന്നതിലും സ്വന്തം പദവികൾക്ക് അവഹേളനം നേരിട്ടതിലുമുണ്ടായ അഭിമാനക്ഷതം മൂലം ഈ കുട്ടികൾ യൂണിയൻ ഭാരവാഹിത്വം രാജിവെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കുട്ടികൾ ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറിയും യൂണിയൻ ചെയർപേഴ്സണും ഒക്കെ ആയ കുട്ടികൾ അവർക്ക് യാതൊരു നിലയും വലിയ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ക്ഷണിച്ച ആളുകളെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ ക്ഷണിച്ചവരോട് ഇനി വരണ്ട എന്ന് പറഞ്ഞ് അവരെ അനാദരിക്കേണ്ടി വന്നപ്പോൾ കുട്ടികൾക്കതൊരു വലിയ അഭിമാനക്ഷതമായി തോന്നുകയും കുട്ടികൾ അതിൻ്റെ പേരിൽ ഈ ഭാരവാഹിത്വം രാജിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പ്രിൻസിപ്പാളിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ആർട്സ് ഡേ നടത്തിപ്പുമായി സഹകരിക്കാനും അത് കഴിഞ്ഞ് സ്ഥാനമൊഴിയാനും സമ്മതിക്കുകയും ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ എം സജീന്ദ്രനും PR നാഥനും പങ്കെടുത്തിരുന്നു. പിന്നെ ഇവരെയും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എം സജീന്ദ്രനെയും PR നാഥനെയും കുട്ടികൾ വിളിച്ചു. അവരും ആരാണെന്ന് അറിയാത്തതുകൊണ്ട് ഇവർ സമ്മതിച്ചു. അങ്ങനെ അവർ പങ്കെടുത്തു. ചെയർപേഴ്സൺ ദീപ്തി തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ തങ്ങൾ രാജിവെക്കാൻ തീരുമാനിച്ചതിൻ്റെ സാഹചര്യം വിശദീകരിച്ച് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രിൻസിപ്പൽ കുട്ടിയുടെ വസ്ത്രം പിടിച്ച് വലിക്കുകയും പ്രസംഗം തടസ്സപ്പെടുത്തുകയും ചെയ്തു. മൈക്കൊക്കെ ഓഫാക്കിച്ച് കുട്ടിയെ പിടിച്ചു വലിച്ച് അവിടുന്ന് മാറ്റി. ഒരു പ്രിൻസിപ്പൾ, ഒരു കോളേജ് യൂണിയൻ്റെ ചെയർപേഴ്സൺ കോളേജിൻ്റെ ആർട്സ് ഡേ ഉദ്ഘാടനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്ന സമയത്ത് ചെയ്ത പണിയാണിത്. വേദി നിയന്ത്രിക്കേണ്ടത് അധ്യക്ഷയാണ് എന്ന് വിശിഷ്ട അതിഥികൾ പ്രിൻസിപ്പാളിനെ ഓർമ്മിപ്പിച്ചെങ്കിലും അദ്ദേഹം വളരെ അസഹിഷ്ണുതയോടെയാണ് കുട്ടികളോട് പെരുമാറിയത്. എം സജീന്ദ്രനും PR നാഥനും ഒക്കെ പറഞ്ഞു അത് കുട്ടി സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും പ്രിൻസിപ്പൾ കേട്ടില്ല. അയാൾ മൈക്ക് ഓഫാക്കി കുട്ടിയെ പിടിച്ചു വലിച്ച് സംഭവം അലങ്കോലപ്പെടുത്തി. ഈ സംഭവത്തെക്കുറിച്ച് പത്രവാർത്ത വായിച്ചാണ് യുക്തിവാദി സംഘം പ്രവർത്തകരായ ഞങ്ങൾ ഈ കുട്ടിയുമായി ബന്ധപ്പെടുന്നത്. ഇവിടെ വെച്ചാണ് ഈ കുട്ടികളുമായിട്ട് ഞങ്ങളും അതുപോലെ ഈ കഥയിലെ മുഖ്യ കഥാപാത്രമായ നാസറും ഈ കുട്ടികളെ പരിചയപ്പെടുന്നത്. കാരണം ഈ സംഭവങ്ങളെല്ലാം പിന്നീട് കുട്ടികൾ പത്രങ്ങൾക്ക് വാർത്തയാക്കി നൽകുകയും പത്രങ്ങളിൽ ചിലതിൽ അത് വാർത്തയായിട്ട് വരികയും ചെയ്തു. ആ വാർത്ത വായിച്ചപ്പോഴാണ് മഞ്ചേരിയിൽ ഇങ്ങനെ യൂണിറ്റി വിമൻസ് കോളേജിൽ ഇത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടോ എന്ന് ആശ്ചര്യത്തോടു കൂടി മനസ്സിലാക്കുകയും ആ കുട്ടികൾ ആരാണെന്ന് അറിയാനും അവരുമായി ബന്ധപ്പെടാനും നാസറും ഞങ്ങളൊക്കെ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ കുട്ടികളുമായിട്ടൊക്കെ ഞങ്ങൾ ബന്ധം സ്ഥാപിക്കുന്നത്. യൂണിയൻ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ ഈ കുട്ടികൾക്കെതിരെ പ്രതികാര നടപടികൾ ആരംഭിച്ചു. വായനാശീലവും പുരോഗമന ചിന്തയുമുള്ള എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കളെ വരുത്തി കോളേജിൽ നടപ്പിലാക്കുന്ന കർശന നിയന്ത്രണങ്ങൾ അംഗീകരിപ്പിക്കുകയും TC അപേക്ഷകളിൽ ഒപ്പുവാങ്ങുകയും ചെയ്തു. മാഗസിൻ എഡിറ്ററായിരുന്ന തസ്നി എന്ന കുട്ടിയോട് ഇസ്ലാമിക വേഷം ധരിച്ച് മാത്രമേ കോളേജിൽ വരാൻ പാടുള്ളൂ എന്ന് നിർബന്ധിക്കുകയും ക്ലാസ്സിലോ പുറത്തോ മറ്റു കുട്ടികളുമായി സംസാരിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരോട് സംസാരിക്കുന്നതിലും കുട്ടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. കോളേജിലെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ അവരുടെ അധ്യാപകരുമായിട്ട് പോലും ഈ കുട്ടികൾക്ക് സംസാരിക്കാൻ വിലക്ക് ഏർപ്പെടുത്തി ഈ പ്രിൻസിപ്പൾ. അതുപോലെ ഇസ്ലാമികമായ വസ്ത്രം ധരിച്ച് മാത്രമേ കോളേജിൽ വരാൻ പാടുള്ളൂ എന്ന് വിലക്ക് കൽപ്പിച്ചു. താലിബാൻ മോഡലിലുള്ള വിലക്കുകളാണ് കുട്ടികൾക്ക് നേരെ വന്നത്. കാരണം ഈ കുട്ടികൾ ചിലപ്പോൾ തട്ടമൊക്കെ തോളിലിടുകയും താഴെയിടുകയൊക്കെ ചെയ്യും. അതൊന്നും പാടില്ല. കുട്ടികൾ ശരിക്കും മക്കന പോലെ മുഖം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം മറക്കണം എന്നതായിരുന്നു തിട്ടൂരം. ആ സമയത്ത് ഈ തസ്നി ബാനു ചെയ്ത ഒരു വികൃതി പിന്നീട് ഒരു സിനിമയിൽ കഥാപാത്രമായി വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. മീര ജാസ്മിനും കുഞ്ചാക്കോ ബോബനും അഭിനയിച്ച ഒരു സിനിമയിൽ പെൺകുട്ടികളോട് അവർ മാന്യമായി വേഷം ധരിക്കണം എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞപ്പോൾ മീര ജാസ്മിൻ്റെ കഥാപാത്രമായ കുട്ടി പിറ്റേ ദിവസം ഈ ക്രിസ്ത്യൻ അമ്മച്ചിമാർ ധരിക്കുന്ന ചട്ടയും മുണ്ടും ധരിച്ചുകൊണ്ട് വന്ന ഒരു രംഗം നിങ്ങളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. ആ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ ആളെ അങ്ങനെ ഒരു രംഗം എഴുതാൻ പ്രേരിപ്പിച്ചത് ഈ തസ്നി ബാനു അന്ന് കോളേജിൽ കാണിച്ച അതേ കുസൃതിയാണ്. തസ്നി ബാനു പിറ്റേ ദിവസം എന്ത് ചെയ്തെച്ചാൽ കണ്ണു മുഖമൊക്കെ മൂടുന്ന കറുത്ത ബൂർക്ക ധരിച്ചിട്ട് കോളേജിൽ വന്നു. അതും അവിടെ അനുവദിച്ചിരുന്നൊരു കാര്യമല്ല. പക്ഷേ ഇസ്ലാമിക വേഷം ധരിക്കണമെന്ന് ശാഠ്യം പിടിച്ചപ്പോൾ അവളെന്നാ ഇസ്ലാമിക വേഷം നല്ലോണം ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് കളിയാക്കാൻ വേണ്ടിയിട്ട് ബൂർക്ക ധരിച്ച് പിറ്റേന്ന് ക്ലാസ്സിൽ വന്നു. അത് അവരെ വല്ലാതെ ചൊടിപ്പിക്കുകയും
അവളെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ വരെ അത് കാരണമാവുകയും ചെയ്തു. ദീപ്തി എന്ന കുട്ടിയെ ഒരു കൂട്ടുകാരിക്ക് കത്തയച്ചു എന്നതിൻ്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കി. തസ്നി എന്ന കുട്ടി കോളേജിന് പുറത്ത് മക്കന ധരിക്കുന്നില്ല എന്നും മറ്റും ആരോപിച്ചുകൊണ്ട് കോളേജുകാരും പള്ളി മേധാവികളും NDF പ്രവർത്തകരും ചേർന്ന് പലതരത്തിലും കുട്ടികളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇത്രയൊക്കെ ആയപ്പോഴേക്ക് ഇത് പ്രിൻസിപ്പൽ കോളേജിൻ്റെ ഉള്ളിലും മാനേജ്മെൻറ്റ് പുറത്തും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തി വരുമ്പോഴേക്കും NDF രംഗത്ത് വരികയാണ്. കാരണം ഇതൊക്കെ ഒന്നിച്ച് നിൽക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെ NDFകാർ പ്രശ്നം ഏറ്റെടുക്കുകയും ഈ പെൺകുട്ടികൾ കോളേജിൽ നിന്ന് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതോടുകൂടി പിന്നെ ഈ കുട്ടികളെ ഫോളോ ചെയ്യുകയും ആ കുട്ടികളെ വീടെത്തുന്നത് വരെയുള്ള പല സ്ഥലത്തും ഇവർ കാത്തു നിൽക്കുകയും ആ കുട്ടികളെ പലതരത്തിൽ ഹറാസ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി ഈ NDFൻ്റെ തീവ്രവാദി സംഘത്തിൽപ്പെട്ട ആളുകൾ. 4/12/98 മഞ്ചേരി ടൗണിലെ ഒരു ടെലിഫോൺ ബൂത്തിന് മുമ്പിൽ വെച്ച് ഒരു സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ NDF പ്രവർത്തകനായ കൊടക്കോയ എന്നയാൾ തസ്നിയോട് അസഭ്യം പറയുകയും കൈക്ക് പിടിച്ച് വലിക്കുകയും ആളുകളുടെ മുമ്പിലിട്ട് അപമാനിക്കുകയും ചെയ്തു. ഇതിനെതിരെ പോലീസിൽ പരാതി നൽകാൻ കുട്ടി ശ്രമിച്ചെങ്കിലും വീട്ടുകാർ അവളെ തടവിലാക്കുകയാണുണ്ടായത്. അവൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ വന്നിട്ട് അവളെ പിടിച്ചു വലിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ പോലീസിലേക്ക് ഫോൺ ചെയ്യാൻ ശ്രമിച്ചപ്പോഴേക്കും അവൻ ഈ ആക്രമിച്ച ചങ്ങാതി ഇവളുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ വീട്ടുകാർ ഉടനെ അവിടുന്ന് ഓട്ടോറിക്ഷ വണ്ടിയൊക്കെ എടുത്ത് വന്നിട്ട് ഇവളെ പിടിച്ചു കൊണ്ടുപോയിട്ട് വീട്ടിലിട്ട് അടച്ചിട്ട് പൂട്ടി. അങ്ങനെ പോലീസിൽ പരാതിപ്പെടാനോ ഒന്നും സാധിച്ചില്ല. കാരണം ഈ NDFകാർ ഇവരുടെ വീട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരുന്നു പിന്നീട് നടന്ന പരിപാടികളൊക്കെ. പരാതി കൊടുക്കാൻ സഹായം തേടിക്കൊണ്ട് കുട്ടി യുക്തിവാദി സംഘം പ്രവർത്തകയായ ഫൗസിയ ടീച്ചറുമായി ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതിനെ തുടർന്നാണ് സംഘം പ്രവർത്തകരെ ആക്രമിക്കാൻ ഇവർ ഒരുക്കം കൂട്ടിയത്. അങ്ങനെ വീട്ടിൽ തടവിലാക്കിയ സമയത്ത് അവൾ വീട്ടിലുള്ള ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഇവിടുന്ന് രക്ഷപ്പെടാൻ സഹായിക്കണം എന്ന മട്ടിൽ. പക്ഷേ അവർ പാരലൽ ഫോൺ വെച്ചുകൊണ്ട് ഇവൾ സംസാരിക്കുന്നതെല്ലാം ചോർത്തുന്നുണ്ടായിരുന്നു അപ്പുറത്ത്. കാരണം അവളെ വീട്ടിൽ കൊണ്ടേ അടച്ചത് വീട്ടിൽ അവളുടെ വാപ്പയും അവളുടെ വീട്ടുകാരുമാണെങ്കിലും ആ വീടിന് ചുറ്റും ആ നാട്ടിലാകെയും അപ്പോഴേക്ക് 100 കണക്കിന് NDFൻ്റെ സജീവ സൈന്യം വന്ന് വളഞ്ഞിരുന്നു. ആ സൈന്യം അവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അങ്ങാടിയിലും ഇവരുടെ വീടിന് ചുറ്റും എല്ലായിടത്തും ഈ NDFൻ്റെ സൈന്യം ഉണ്ടായിരുന്നു. അവർ ഇതുപോലെ ഫോൺ ചോർത്താനും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും അപ്പോഴേക്ക് ഒരുക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ കുട്ടി ഞങ്ങൾക്ക് ഫോൺ ചെയ്യുന്നത് ഇവർ ഫോണിൽ കൂടെ ചോർത്തി. അങ്ങനെയാണ് കുട്ടിയും ഞങ്ങളും തമ്മിൽ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഇവരറിയുന്നത്. അന്നു മുതലാണ് ഞങ്ങളെ ആക്രമിക്കാനുള്ള പദ്ധതി ആരംഭിക്കുന്നത്. അതിനിടെ കോളേജിലെ അധ്യാപകരായ മമ്മദ്, ബാബു എന്നിവരെ ആക്രമിക്കാൻ ഒരു സംഘം ജീപ്പിൽ കോളേജിലെത്തിയെങ്കിലും അധ്യാപകർ ലീവിലായതിനാൽ അക്രമം നടന്നില്ല. ഈ ബാബുവും മമ്മദും ഒക്കെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരാണ്. അവരൊക്കെ യുക്തിവാദികളും അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള പുരോഗമന ചിന്തയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ സ്വാധീനത്തിലാണ് ഈ കുട്ടികൾ ആശയപരമായിട്ട് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഡിസംബർ 6 അവരെ ആക്രമിക്കാൻ പരിപാടി ഇട്ടിരുന്നതായും അറിയാൻ കഴിഞ്ഞു. തസ്നിയുടെ സഹപാഠിയായ തൻ്റെ സഹോദരിയെ വിട്ട് SFIക്ക് ഒരു പരാതി എഴുതി വാങ്ങാൻ ഉദ്ദേശിച്ചാണ് SFI പ്രവർത്തകനായ സതീഷ് കോളേജിൽ പോയത്. അവിടെ നിന്നും മടങ്ങുന്ന വഴിക്കാണ് നെല്ലിപ്പറമ്പിൽ വെച്ച് ഈ കുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. സതീശൻ്റെ സഹോദരി തസ്നിയുടെ ക്ലാസ്സിലെ കൂട്ടുകാരിയായിരുന്നു. സതീശൻ്റെ സഹോദരിയെ ഈ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഈ കുട്ടിയുടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു, അത് കൊടുക്കാനും അവളുടെ കയ്യിൽ നിന്ന് ഒരു പരാതി എഴുതി വാങ്ങിക്കാനും ഒക്കെയാണ് സതീശനും അവൻ്റെ പെങ്ങളും കൂടെ പോയത്. സതീശനും പെങ്ങളും പോകുമ്പോൾ അത് വീട്ടിൽ തടഞ്ഞു വെച്ചു എന്നുള്ള വിവരം മാത്രമേ അവർക്ക് അറിയുള്ളൂ. ചുറ്റും NDFകാർ കാവൽ നിൽക്കുന്ന കാര്യമൊന്നും ഈ കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവർ പോയത്. അങ്ങനെ സതീശൻ അങ്ങാടിയിൽ നിൽക്കുകയും സതീശൻ്റെ സഹോദരി ഇവരെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. സഹോദരിയെ അവിടുന്ന് ഈ NDFകാർ വിരട്ടി ഓടിച്ചു വിട്ടു. അപ്പോഴേക്കും സതീശനെ അങ്ങാടിയിൽ ഇവർ വളഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു കടമുറിയിലെ ഷട്ടർ താഴ്ത്തിയിട്ട് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ക്രൂരമായിട്ട് അടിച്ച് ചമ്മന്തിയാക്കി സതീശനെ. എന്നിട്ട് ആ സതീശനെയും വണ്ടിയിലെടുത്തിട്ടിട്ട് ആണ് രാത്രി 12 മണിക്ക് അന്ന് ഞങ്ങളെ വീട്ടിലേക്ക് ഇവർ ആക്രമിക്കാൻ വരുന്നത്. സതീശനെ കൊണ്ടുവന്ന് ഞങ്ങളെ വീട്ടിൻ്റെ മുമ്പിൽ തള്ളി എന്നിട്ട് ഞങ്ങളെ വീട് ആക്രമിക്കാൻ തുടങ്ങുകയായിരുന്നു. പുരോഗമന ചിന്താഗതി വെച്ച് പുലർത്തുന്നു എന്ന കാരണത്താൽ ഈ വിദ്യാലയത്തിലെ പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കുക എന്ന ഉദ്ദേശ്യം മാത്രമേ ഇക്കാര്യത്തിൽ യുക്തിവാദി സംഘത്തിനുള്ളൂ. സാധാരണ വിദ്യാർത്ഥികൾക്കുള്ള സ്വാതന്ത്ര്യം വനിതാ കോളേജുകളിൽ ലഭിക്കാറില്ല. മതഭ്രാന്തന്മാർക്ക് ആധിപത്യമുള്ള സ്ഥാപനം കൂടിയാകുമ്പോൾ
കുട്ടികൾ വെറും അടിമകളെപ്പോലെ മെരുക്കപ്പെടുന്നു എന്നതിന് നല്ല ഉദാഹരണമാണ് മഞ്ചേരിയിലെ യൂണിറ്റി കോളേജ്. പെൺകുട്ടികളുടെ മൗലികമായ ഒരു മനുഷ്യാവകാശ പ്രശ്നം എന്ന നിലക്കാണ് യുക്തിവാദി സംഘം ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. തീവ്രവാദ ശക്തികൾ മുസ്ലിം സമുദായത്തിലെ പുരോഗമന ചിന്തയെ അടിച്ചമർത്താൻ നടത്തുന്ന ഹീനമായ പ്രവർത്തനങ്ങളെ എതിർക്കുന്നതിനാലാണ് സംഘം നേതാക്കളെ വകവരുത്താൻ ഈ അക്രമി സംഘം നിയോഗിക്കപ്പെട്ടത്. ഇത് ഒരു കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമായും പെൺകുട്ടിയുടെ പ്രേമബന്ധവുമായും ബന്ധപ്പെട്ട സംഭവമായും ചുരുക്കി കണ്ടുകൊണ്ട് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനാലാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത്. ഇത്രയുമാണ് ഞാൻ അന്ന് ഈ കുറിപ്പിൽ എഴുതി വച്ചിട്ടുള്ളത്. പിന്നീട് സംഭവിച്ചത് എന്താണ് എന്നൊന്നും ഈ കുറിപ്പിലില്ല. അതൊക്കെ പിന്നെ വന്ന സംഭവങ്ങളാണ്. ഇത് എൻ്റെ വീട്ടിൽ അക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വാർത്ത വന്നപ്പോൾ ആ വാർത്തയുടെ വിശദാംശങ്ങളും നിജസ്ഥിതിയും അറിയാൻ വേണ്ടി വന്ന ആളുകൾക്ക് എഴുതി കൊടുത്ത കുറിപ്പാണ്. ഞങ്ങൾ ഈ കുട്ടിയെ സഹായിക്കാം എന്ന് ഈ കുട്ടി ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത് വീട്ടു തടങ്കലിൽ നിന്ന് മോചിപ്പിക്കാനും കുട്ടിയുടെ വിദ്യാഭ്യാസം തുടരാനും നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കാം എന്ന അർത്ഥത്തിലാണ് കുട്ടിയെ സഹായിക്കാം എന്ന് ഞങ്ങളന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കുട്ടിയെ സഹായിക്കാം എന്ന് പറഞ്ഞതോടുകൂടി അവരുടെ കുട്ടിയെ ഞങ്ങൾ അവിടുന്ന് മോചിപ്പിച്ച് തട്ടിക്കൊണ്ടുപോകും എന്ന രീതിയിലാണ് അവരതിനെ വിലയിരുത്തിയത് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഞങ്ങളെ കൊല്ലാനായിട്ട് മലപ്പുറത്തേക്ക് വണ്ടിയെടുത്ത് വന്നത്. ഇതായിരുന്നു ആദ്യത്തെ അക്രമത്തിൻ്റെ സംഭവം. ഇത്രയും ആയ സ്ഥിതിക്ക് ഇത് വാർത്തയായതോടുകൂടി ഇതിനകത്ത് പിന്നീട് പോലീസൊക്കെ ഇടപെട്ട് പോലീസ് അതിന് മുമ്പ് ആ കേസൊക്കെ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ പോലീസിനെ സ്വാധീനിച്ച് രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ കേസിൽ നിന്ന് യഥാർത്ഥ പ്രതികളൊക്കെ മാറ്റിയിട്ട് ഈ കുട്ടിയുടെ വാപ്പാനെയും കുട്ടിയുടെ അമ്മാവന്മാരെയും ബന്ധുക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാരെ മാത്രം പ്രതികളാക്കിയിട്ട് അവരുടെ പേര് കൊടുക്കുകയും NDF-ൻ്റെ ആൾക്കാരെ മുഴുവൻ കേസിൽ നിന്ന് ഒഴിവാക്കിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ അവർ സ്വാധീനം ഉപയോഗിച്ച് അതെല്ലാം ചെയ്തു കഴിഞ്ഞിരുന്നു. പിന്നീടാണ് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടൊക്കെ വരുന്നതും മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ട് വരുന്നതും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നെ പോലീസിനും ഭരണകൂടത്തിനൊക്കെ അതിനകത്ത് നടപടികൾ പലതും എടുക്കേണ്ടി വന്നു. അങ്ങനെ ആ കേസൊക്കെ അങ്ങനെ സജീവമായിട്ട് വന്നു. കേസിൽ യഥാർത്ഥ പ്രതികളാക്കപ്പെട്ടില്ല, അങ്ങനെ പോയി. പക്ഷേ ഞങ്ങൾ പിന്നീട് ചെയ്തത് എന്താ വെച്ചാൽ ഈ കുട്ടിയെ ഈ തടവിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യമായ നിയമസഹായം തേടി ഞങ്ങൾ ഹൈക്കോടതിയിൽ വക്കീലുമാരൊക്കെ പോയി കണ്ട് അതിനുള്ള വഴി എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്. ഒരു മുസ്ലിം പെൺകുട്ടിക്ക്, ഇപ്പോൾ ഈ കുട്ടിക്ക് 20 വയസ്സ് പ്രായമുണ്ട്, 20 വയസ്സായ ഒരു പ്രായപൂർത്തിയായ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് പോലും നമ്മുടെ നിയമം ഒരു വ്യക്തി എന്ന നിലക്കുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ അന്നാണ് തിരിച്ചറിയുന്നത്. ബന്ധപ്പെട്ട വക്കീലന്മാരൊക്കെ പറഞ്ഞത് ഒരു മുസ്ലിം പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് മോചനം നേടാൻ നിയമപരമായി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ആ പെൺകുട്ടിക്ക് ഒരു കാമുകനുണ്ട് എന്നും ആ കാമുകൻ ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ തെളിവുകൾ സഹിതം ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയെ കോടതിയിൽ ഹാജരാക്കിക്കാൻ പറ്റും എന്നാണ് നിയമോപദേശം കിട്ടിയത്. മറ്റൊരു വഴിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ അതുവരെ വെറും സൗഹൃദം മാത്രമുണ്ടായിരുന്ന നാസറും തസ്നിയും കാമുകന്മാരായി അഭിനയിക്കാനും നാസർ തസ്നിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കോടതിയിൽ പറയാനും തീരുമാനിച്ചത്. അങ്ങനെയാണത് ഒരു പ്രേമത്തിലേക്കും കല്യാണത്തിലേക്കും ഒക്കെ വഴിതിരിഞ്ഞു പോകുന്നത്. അതിനു മുമ്പ് അവരങ്ങനെ ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ വെറും സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നത്, സാധാരണ സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സൗഹൃദം കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സൗഹൃദമായിരുന്നു. അതുകൊണ്ടാണ് ആദിത്യനും രാധയും എന്നുള്ള പേരൊക്കെ അതിന് വന്നത്. അങ്ങനെ ഞങ്ങൾ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. നാസർ അവളെ പ്രേമിക്കുന്നു എന്നതിൻ്റെ തെളിവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാസറും തസ്നിയും തമ്മിൽ നടന്നിട്ടുള്ള കുറേ കത്തിടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ കത്തുകളൊക്കെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പ്രേമലേഖനം പോലെയൊക്കെ ആക്കി അത് തെളിവായിട്ട് അവതരിപ്പിച്ച് അങ്ങനെ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തു. നാസർ തസ്നി തൻ്റെ കാമുകിയാണെന്നും വീട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടു. അപ്പോഴേക്കും ഇതൊക്കെ വലിയ സംഭവമായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. ഒരുപാട് വാർത്തകൾ വന്നു കഴിഞ്ഞിരുന്നു. NDF-കാരൊക്കെ വളരെ വിജിലൻ്റായി കഴിഞ്ഞിരുന്നു. പറ്റുന്ന രീതിയിലൊക്കെ അവർ നമ്മളെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ പിന്നെ നടത്തിയിരുന്നു. പക്ഷേ പോലീസൊക്കെ നമുക്ക് സദാസമയം പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യങ്ങളൊന്നും നടന്നില്ല. ഞങ്ങളെ സഹായിക്കാനും അപ്പോഴേക്ക് കുറേ ആൾക്കാർ രംഗത്ത് വന്നിരുന്നു. പല പാർട്ടിയുള്ളവരും പാർട്ടിയില്ലാത്തവരും നിഷ്പക്ഷരായിട്ടുള്ള ഒരുപാട് ആളുകളും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ അന്ന് രംഗത്തുണ്ടായിരുന്നു. യുക്തിവാദി സംഘത്തിനൊന്നും ഇത്തരം ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകാനുള്ള സംഘടനാ ശേഷിയൊന്നും അന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പോയതിൽ സംഘടനയൊക്കെ വളരെ ആശങ്കയിലായിരുന്നു, നമ്മളെ കുറ്റപ്പെടുത്തുകയായിരുന്നു. എന്തിനാണ് നിങ്ങൾ അത്രയും വലിയ സാഹസികമായ കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്,
നമുക്ക് ഒരു ആശയപ്രചരണം മതിയായിരുന്നല്ലോ എന്നുള്ള രീതിയിലാണ് അന്ന് നമുക്ക് ഉപദേശങ്ങൾ കിട്ടിയത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളുടെ നിലനിൽപ്പിൻ്റെ കൂടെ ഭാഗമായിരുന്നു. ഇവിടെ NDF പോലുള്ള ഒരു തീവ്രവാദ സംഘടന മലപ്പുറം ജില്ലയിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിന് നേരെ ഇത്രയും വലിയ ഭീഷണികളും അക്രമങ്ങളും നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ട് ശക്തമായ ഒരു പ്രതികരണം, അതിനെതിരായിട്ടൊരു സമൂഹ മനസാക്ഷിയെ ഉണർത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം അന്ന് അനിവാര്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല അതിലേക്ക് ഇറങ്ങാമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവസാനം തസ്നിയെ അവർ കോടതിയിൽ ഹാജരാക്കി, ഹൈക്കോടതിയിൽ കൊണ്ടുവന്നു. ഹൈക്കോടതിയിൽ വെച്ചിട്ട് അന്ന് JB കോശിയാണെന്ന് ജഡ്ജ്. അദ്ദേഹം തസ്നിയയോട് ചോദിച്ചു, വീട്ടുകാരുടെ കൂടെ പോകണോ നാസറിൻ്റെ കൂടെ പോകണോ എന്ന് ചോദിച്ചു. അപ്പോൾ തസ്നി പറഞ്ഞു, എനിക്ക് 20 വയസ്സായി, ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ട് എന്നെ അംഗീകരിക്കണം, എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് സ്വതന്ത്രമായിട്ട് പോകാൻ എന്നെ അനുവദിക്കണം. ഇതായിരുന്നു തസ്നി കോടതിയിലെ ജഡ്ജിയുടെ മുമ്പിൽ ആവശ്യപ്പെട്ടത്. അതായത് ഞാൻ 20 വയസ്സായ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനാണ്, എനിക്ക് സ്വതന്ത്രമായിട്ട് വാപ്പാൻ്റെ കൂടെയും പോകണ്ട നാസറിൻ്റെ കൂടെയും പോകണ്ട, എനിക്ക് സ്വതന്ത്രമായിട്ട് ഇവിടെ ജീവിക്കണം, അതിന് എന്നെ അനുവദിക്കണം എന്നാണ് കോടതിയോട് പറഞ്ഞത്. അപ്പോഴാണ് കോടതിയിൽ നിന്ന് ജഡ്ജി ആ ഞെട്ടിക്കുന്ന വിവരം വെളിപ്പെടുത്തുന്നത്. ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഒന്നുകിൽ പിതാവിൻ്റെ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സംരക്ഷണത്തിലല്ലാതെ സ്വതന്ത്രമായിട്ട് പോവാൻ അനുവാദമില്ല, അങ്ങനെ അനുവദിക്കാൻ നിയമമില്ല എന്നുള്ള വസ്തുത ജഡ്ജി വെളിപ്പെടുത്തുകയാണ് അവിടെ. എന്നിട്ട് ജഡ്ജി പറഞ്ഞു, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന നിലക്ക് ഞാൻ ചോദിക്കുന്നു, പാപ്പാൻ്റെ കൂടെ പോകണോ നാസറിൻ്റെ കൂടെ പോകണോ? അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് നാസറിൻ്റെ കൂടെ പോയാൽ മതിയെന്ന്. അപ്പോൾ ജഡ്ജി രണ്ടാമത്തെ പ്രശ്നം എടുത്തിട്ടു. നാസർ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ നാസർ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ഒരു മുസ്ലിം പെൺകുട്ടിയെ കാമുകൻ്റെ കൂടെ വിടാനും നിയമം അനുവദിക്കുന്നില്ല, കല്യാണം കഴിച്ചിട്ട് വേണമെങ്കിൽ ഭർത്താവ് എന്ന നിലക്ക് കൂടെ വിടാം എന്ന് പറഞ്ഞു. എന്നിട്ട് ജഡ്ജി ഈ തസ്നിയുടെ വാപ്പയോട് ചോദിച്ചു, ഇപ്പോൾ നാസറും ഒരു മുസ്ലിം കുട്ടി തന്നെയാണല്ലോ, ഇവളും മുസ്ലിം കുട്ടിയാണ്, നിങ്ങൾക്ക് ഇവരെ തമ്മിൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്തൂടെ, നിക്കാഹ് ചെയ്ത് കൊടുത്തൂടെ എന്ന് ചോദിച്ചു വാപ്പാനോട്. ജഡ്ജിയുടെ ആ ചോദ്യത്തിന് തസ്നിയാണ് ഉത്തരം പറഞ്ഞത്. അവൾ പറഞ്ഞു, എനിക്ക് നിക്കാഹ് വേണ്ട, ഞാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചാണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജഡ്ജി കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ടേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ആ 1 മാസം ഹൈക്കോടതിയുടെ അണ്ടറിൽ തസ്നി ഇവിടെ താമസിക്കണം. ഹൈക്കോടതി ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലോ എവിടെയെങ്കിലും താമസിപ്പിക്കും, അവിടെ താമസിക്കണം. എന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഡേറ്റ് ആകുമ്പോൾ രജിസ്റ്റർ മാരേജ് കഴിച്ചിട്ട് നിങ്ങൾക്ക് 2 പേർക്കും കൂടെ പോകാം. 1 മാസം മുമ്പ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തസ്നി ബാനുവിനെ അവിടെ ഒരു SNDPക്കാരുടെ ഒരു ഹോസ്റ്റലിൽ കോടതിയുടെ അണ്ടറിൽ കോടതിയുടെ സംരക്ഷണത്തിൽ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി താമസിപ്പിച്ചു 1 മാസം. ആ 1 മാസം കഴിഞ്ഞ ഒരു ദിവസം വീണ്ടും അവൾ കോടതിയിൽ ഹാജരാക്കിയിട്ട് കോടതി അവിടുന്ന് ഉത്തരവ് നൽകി. ആ ഉത്തരവനുസരിച്ച് ഒരു വലിയ പോലീസ് സംഘത്തിൻ്റെ സംരക്ഷണത്തിൽ എറണാകുളത്ത് നിന്ന് തസ്നിയെ മഞ്ചേരിയിലെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളും എല്ലാവരും അതിൻ്റെ കൂടെ അനുഗമിച്ച് രജിസ്റ്റർ ഓഫീസിൽ പോയി. അവിടെ വെച്ച് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചുള്ള അവരുടെ 2 ആളുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തു. അപ്പോഴേക്ക് ഈ വാർത്തകൾ പലതരത്തിൽ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതുകൊണ്ട് രജിസ്ട്രേഷൻ നടക്കുന്ന രജിസ്റ്റർ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു വലിയ മാധ്യമ പട, പോലീസിൻ്റെ പടയും ഒക്കെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഒരു വലിയ നാടകീയമായ സംഭവം പോലെ ആ വിവാഹം ഒരുപാട് 100 കണക്കിന് മാധ്യമ ക്യാമറകളുടെ മുമ്പിൽ വെച്ചിട്ട് രജിസ്ട്രേഷൻ നടന്നു. ആ രജിസ്ട്രേഷൻ നടന്നതിൻ്റെ പിറ്റേന്ന് പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ ഇതൊരു വലിയ കൗതുക വാർത്തയായിട്ട് ആഘോഷിക്കപ്പെട്ടു. അങ്ങനെയാണ് തസ്നി ബാനു നാസർ വിവാഹം നടക്കുന്നത്. അപ്പോഴേക്ക് ഈ വാർത്തകളിലൊക്കെ ഒരുപാട് പൈങ്കിളിവൽക്കരണം നടന്നിട്ട് ഇത് തസ്നിയും നാസറും തമ്മിലുള്ള ഒരു പ്രേമത്തിൻ്റെ പ്രശ്നമാണെന്നും അവരിങ്ങനെ യുക്തിവാദികളായതുകൊണ്ട് അവർക്ക് മതാചാരമില്ലാതെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന മട്ടിലാണ് പിന്നീട് കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ ഞാൻ ഈ വായിച്ച് കേൾപ്പിച്ച സംഭവങ്ങളൊന്നും വാർത്തയിൽ വന്നിട്ടില്ല. അതൊക്കെ നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. സ്പെഷ്യൽ മാരേജ് ആയിട്ടുള്ള അപേക്ഷ കൊടുക്കാൻ വേണ്ടി ആ അപേക്ഷയിൽ നാസർ ഒപ്പിടുന്നതിൻ്റെ ഫോട്ടോ സഹിതം അന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് മനോജ് കെ പുതിയവിളാണ് നമ്മുടെ സുഹൃത്ത് അന്ന് മലയാളം വാരികയിൽ ഇതൊരു കവർ സ്റ്റോറി ആയിട്ട് കൊടുത്തിരുന്നു. മലയാളം വാരികയിൽ മനോജ് കൊടുത്ത കവർ സ്റ്റോറിയിൽ ഏകദേശം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചുരുക്കി വന്നിട്ടുണ്ട്. അതുമാത്രമാണ് സത്യസന്ധമായിട്ട് വന്നിട്ടുള്ള മാധ്യമ വാർത്ത. ബാക്കിയുള്ളതൊക്കെ പൈങ്കിളിവൽക്കരിക്കപ്പെട്ട വാർത്തകളാണ്. ഇതും കുറേ പൈങ്കിളിവൽക്കരിച്ചിരുന്നു. കാരണം ഇതിനകത്തും
പ്രേമവും കല്യാണമൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. കാരണം കോടതിയിൽ അത് അങ്ങനെ വന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് അന്ന് ഞങ്ങൾ വാർത്ത നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് ഈ മലയാളം വാരികയിലെ ഈ കവർ സ്റ്റോറി. പിന്നെ അനേകം കേരള ശബ്ദം അങ്ങനെയുള്ള അന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ വാരികകളിലും പത്രങ്ങളിലും പിന്നെ ഏഷ്യാനെറ്റ്, സൂര്യ ചാനൽ, ദൂരദർശൻ തുടങ്ങിയിട്ടുള്ള അന്ന് പ്രധാനപ്പെട്ട ചാനലുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നു, ഞങ്ങളുടെയൊക്കെ അഭിമുഖങ്ങൾ വന്നു, പിന്നെ കുറേ ടോക്ക് ഷോകൾ വന്നു. ഇതങ്ങനെ ഒരു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമായിട്ട് പിന്നീട് മാറുകയാണ്. അങ്ങനെ ഈ വിവാഹം നടന്നു. വിവാഹത്തിൻ്റെ ഫോട്ടോ പത്രങ്ങളിലൊക്കെ വന്ന് അതിൽ സാക്ഷി ഒപ്പിടാൻ വേണ്ടി ഞാനും എൻ്റെ വൈഫൊക്കെ നാസറിൻ്റെയും തസ്നിയുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ വന്നു. അന്ന് ഞങ്ങളിവിടെ മലപ്പുറത്ത് മേൽമുറി ഗവൺമെൻറ് UP സ്കൂളിൽ അധ്യാപകരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഞങ്ങൾ യുക്തിവാദികളാണെന്നൊന്നും അന്ന് നാട്ടുകാർക്കൊന്നും അറിയില്ല, അന്ന് സ്കൂളിലാർക്കും അറിയില്ല. കാരണം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു പോരുന്നു എന്നല്ലാതെ സ്കൂളിൽ നമ്മൾ യുക്തിവാദമൊന്നും പറയാൻ പോകാറില്ല. പക്ഷേ ഈ ഫോട്ടോ കണ്ടതോടുകൂടി ആ നാട്ടിലുള്ള ആളുകളും ഞങ്ങളെ തിരിച്ചറിഞ്ഞു. അതോടുകൂടി അവിടെയുള്ള മേൽമുറി മലപ്പുറം ഭാഗത്തുള്ള NDFകാരെല്ലാം കൂടെ മുസ്ലിം ലീഗുകാരും LNDFകാരും കൂടെ എല്ലാം സംഘടിച്ച് അവരൊരു തീരുമാനമെടുത്തു, ഞങ്ങളെ ഇനി ആ സ്കൂളിൻ്റെ പടി കടക്കാൻ അനുവദിച്ചുകൂടാ, അവരെ നാട്ടിൽ കാലുകുത്താൻ സമ്മതിക്കരുത്, നമുക്കവരെ തടയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തടയാൻ വേണ്ടിയിട്ട് കാത്തുനിന്നു. ഞങ്ങൾ കുറച്ച് ദിവസം ലീവായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ആയിട്ട്. ആ ലീവ് കഴിഞ്ഞ് ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന ഡേറ്റിൽ ഞങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ തടയാൻ അവിടെ നൂറുകണക്കിന് ആളുകൾ സ്കൂളിൻ്റെ ചുറ്റും സ്കൂളിൻ്റെ ഗേറ്റിങ് നിൽക്കുന്നുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് മാത്രമല്ല, അത് പോലീസിനും കിട്ടി. കാരണം പോലീസ് ഞങ്ങളെ കംപ്ലീറ്റ് നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് നേരത്തെ പറയുകയും ചെയ്തിരുന്നു, സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ. അതനുസരിച്ച് പോലീസ് മുൻകൂട്ടി അറിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയാണ് അന്ന് സ്കൂളിൽ പോയത്. ഒരുപാട് വണ്ടികളിൽ പോലീസുകാരുണ്ടായിരുന്നു. ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയി ഇറക്കി അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ഓടിച്ച് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ കയറി. പോലീസ് അവിടെ വൈകുന്നേരം വരെ കാവൽ നിന്നു. പിന്നെ അന്ന് മുതൽ ഞങ്ങൾ സ്കൂളിൽ പോകുന്നതും വരുന്നതും ഒക്കെ പോലീസിൻ്റെ വണ്ടികളിലും പോലീസ് വണ്ടികളുടെ മുന്നിലും പിന്നിലും അകമ്പടിയും ഒക്കെ ആയിട്ടാണ്. വീട്ടിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തി. അപ്പോഴേക്ക് ഈ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലൊക്കെ വന്ന് അവിടുന്ന് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാനുള്ള ഉത്തരവൊക്കെ വന്ന് പിന്നെ ഞങ്ങൾ വാടക വീട് മാറി വേറൊരു വീട്ടിലേക്ക് മാറി. തസ്നിയും നാസറും ഞങ്ങളെ വീട്ടിൽ താമസാക്കി പിറ്റേന്ന് മുതൽ. അങ്ങനെ തസ്നിയും നാസറും ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ 4 പേരും ഒരു വീട്ടിൽ താമസിക്കുക. ആ വീടിന് പോലീസ് കാവൽ. അവിടുന്ന് ഞങ്ങൾ 4 ആളും എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും ഞങ്ങൾ പോലീസ് എസ്കോർട്ടോടുകൂടി പോവുക വരിക എന്നുള്ള ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു അന്ന്. കുറേ കാലം 4-5 മാസം അങ്ങനെ പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പോയത്. പിന്നീട് ആ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി ഞങ്ങൾ കുറച്ചും കൂടെ സുരക്ഷിതമായിട്ടുള്ള ഭാഗത്തേക്കൊക്കെ ടൗണിലേക്കൊക്കെ മാറി. അങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇത് വലിയ വാർത്തകളായതോടുകൂടി ഞങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ വലിയൊരു സപ്പോർട്ട് കിട്ടി. പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്ത് നിന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സാഹിത്യകാരന്മാരും എഴുത്തുകാരും അതുപോലെയുള്ള മാധ്യമ പ്രവർത്തകരും എല്ലാവരും അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നു. ഇവിടെ ഈ മുസ്ലിം ലീഗ്, LDF, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള കുറച്ച് മതവർഗീയ സംഘടനകൾ ഒഴിച്ച് കേരളത്തിലെ പൊതുസമൂഹം മൊത്തത്തിൽ അത് CPM, കോൺഗ്രസ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ലാതെ മതേതര പാർട്ടികളുടെയും മറ്റു സാംസ്കാരിക സമൂഹത്തിൻ്റെയും ഒക്കെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഞങ്ങൾക്ക് കേരളത്തിൻ്റെ നാനാഭാഗത്തും തസ്നിയും നാസറും ഞാനും ഫൗസി ടീച്ചറും ഞങ്ങൾ 4 പേരും പങ്കെടുക്കുന്ന ഒരുപാട് സ്വീകരണ പരിപാടികൾ നടന്നു. അന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സാഹിത്യകാരന്മാരൊക്കെ അന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് രംഗത്ത് വന്നു. സാഹിത്യകാരന്മാരുടെ ഒരു വലിയ പട തന്നെ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിക്കൊണ്ട് ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നതൊക്കെ അന്ന് വലിയ വാർത്തയായിട്ട് വന്നു. സുകുമാർ അഴീക്കോട്, ആനന്ദ്, ONV കുറുപ്പ്, അങ്ങനെ ഒത്തിരി അറിയപ്പെടുന്ന ഒട്ടേറെ എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഒക്കെ അന്ന് ഞങ്ങളുടെ പക്ഷത്ത് നിന്നു. ഇതോടുകൂടി ഇതൊരു വലിയ സാംസ്കാരിക വാർത്തയായിട്ട് കേരളത്തിൽ നിറഞ്ഞു നിന്നു. അതോടുകൂടി മൗദൂദികളും മറ്റേ മുസ്ലിം ലീഗുകാരും LDFകാരും ഒക്കെ വല്ലാതെ ഷോക്കഡായിപ്പോയി. കാരണം അവരൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പിന്തുണ അന്ന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ വന്നതോടുകൂടി തന്നെ ഭരണകൂടത്തിനും പിന്നെ അന്ന് നമ്മളെ അവഗണിക്കാൻ പറ്റാതായി. ഭരണകൂടവും നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും പോലീസ് പ്രൊട്ടക്ഷനും മറ്റു കാര്യങ്ങളും നിയമസഹായങ്ങളും എല്ലാം നൽകിക്കൊണ്ട് ഞങ്ങളെ പിന്തുണച്ചു. ഇതായിരുന്നു ഈ ഒരു സംഭവം. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ അന്ന് ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചത് ഈ NDFൻ്റെ യഥാർത്ഥ പിതൃത്വം അവകാശപ്പെടുന്ന മൗദൂദികൾക്കാണ്. ആ മൗദൂദികൾ ഇന്നും ആ മുറിവിൽ നിന്നും മോചനം നേടിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ദാവൂദിൻ്റെ ഈ പുതിയ വിഷം ചീറ്റൽ. ദാവൂദ് ഇന്ന്
കാണിച്ച ആ കള്ളത്തരം അന്ന് അവർ കാണിക്കാൻ നോക്കി അത് കേരള പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പൊളിഞ്ഞു പോയതാണ്. ഇത് മുസ്ലിം പ്രശ്നമായിട്ടും മലപ്പുറം പ്രശ്നമായിട്ടും മാറ്റി ഇതിൽ നിന്ന് NDF-നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതായിരുന്നു മൗദൂദികളുടെ സൂത്രം. അതിന് തന്നെയായിരുന്നു അന്ന് മുസ്ലിം ലീഗും ശ്രമിച്ചത്, മുസ്ലിം ലീഗിൻ്റെ മാധ്യമങ്ങളും അതിനാണ് ശ്രമിച്ചത്. പക്ഷേ ആ ശ്രമമെല്ലാം കേരളത്തിൽ പാളിപ്പോയി. NDF എന്ന് പറയുന്ന ഭീകരവാദ സംഘടന തുറന്നു കാണിക്കപ്പെട്ടു. അതിനുശേഷം കേരളത്തിൽ തീവ്രവാദി സംഘടനകൾക്ക് അതിനു മുമ്പ് ചെയ്തിരുന്നത് പോലെ നിരന്തരമായിട്ടുള്ള അക്രമങ്ങൾ നടത്താനുള്ള സാഹചര്യം പതുക്കെ കുറഞ്ഞു വരുന്നൊരു അനുഭവമാണ് പിന്നീടുണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് വളരെ സാഹസികമായിട്ട് നമ്മൾ ഏറ്റെടുത്ത ഒരു കാര്യമായിരുന്നു. ഒരിക്കലും രക്ഷപ്പെടുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫലമാണ് ഇതിനുണ്ടാവുക, പോസിറ്റീവായിട്ടുള്ളൊരു ഫലമാണ് ഉണ്ടാവുക എന്ന ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് നമ്മൾ എടുത്തു ചാടിയത്. പക്ഷേ അത് ഇങ്ങനെയൊക്കെ വന്ന് ഭവിച്ചതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആശയത്തിനും നമ്മുടെ പ്രസ്ഥാനത്തിനും വ്യക്തിപരമായിട്ട് നമുക്കൊക്കെ പിന്നീട് കേരളത്തിൽ വലിയൊരു സോഷ്യൽ ക്യാപിറ്റൽ തന്നെ അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നത് വലിയൊരു നേട്ടമായിട്ട് കാണുന്നു. ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് ഇന്ന് അത് വളരെ രസകരമായൊരു അനുഭവമായിട്ട് ഓർമ്മിക്കാൻ പറ്റുന്ന ഒന്നാണ് നമുക്കിത്. പക്ഷേ എതിർപക്ഷത്തുള്ള ദാവൂദിനും കൂട്ടർക്കും ഇന്നും അത് ഓർക്കുമ്പോൾ പഴയ കുരു ഒട്ടിയൊലിക്കുന്ന വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് എന്നതുകൊണ്ട് അവരിന്നും അത് ഇതുപോലെയൊക്കെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. 25 വർഷം മുമ്പ് നടന്ന സംഭവമാണത്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊന്നും അറിയില്ല. എൻ്റെ പ്രായം അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കൊക്കെ കുറച്ചൊക്കെ ഓർമ്മയുണ്ടാവും. അല്ലാത്ത ആളുകൾക്ക് ഈ സംഭവം അറിയില്ല. അത് വെച്ചുകൊണ്ട് ഇനിയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന മട്ടിലാണ് ദാവൂദും കൂട്ടരും ഇപ്പോൾ ഈ സാധനം കൊണ്ട് പുറത്തു വന്നത്. പക്ഷേ അതും കേരളത്തിൽ വില പോവില്ല എന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളൊന്നും അന്നില്ല. ആളുകൾക്ക് നേരിട്ട് പ്രതികരിക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങളൊന്നുമില്ല. അന്ന് കുറച്ച് 2-3 പ്രധാനപ്പെട്ട ചാനലുകളും പിന്നെ പ്രധാനപ്പെട്ട പത്രങ്ങളും മാത്രമാണ് അന്ന് മാധ്യമങ്ങളായിട്ട് നമ്മളെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നത്. അതേ സമയത്ത് ചന്ദ്രികയും മാധ്യമവും അതുപോലെയുള്ള മുസ്ലിം വർഗീയ രാഷ്ട്രീയക്കാരുടെ പത്രങ്ങളും എല്ലാം NDF-നെ ന്യായീകരിക്കാൻ വേണ്ടി ഇതിനെ മുസ്ലിം പ്രശ്നമാക്കിയിട്ടും മലപ്പുറം ജില്ല പ്രശ്നമാക്കിയിട്ടുമൊക്കെ മാറ്റാൻ അന്ന് ശ്രമിച്ചിരുന്നു. ഇന്നും അത് തന്നെയാണ് അവരുടെ കയ്യിലുള്ള ആയുധം, ചീറ്റിപ്പോയ ആയുധം. ഇതാണ് ഈ സംഭവത്തിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്.